നാസർ എഴുത്തിനെക്കാട്ട്, മാനേജിംഗ് പാർട്ട്ണർ സത്യാഹാര. അതുപോലെ തന്നെ ഓണറബിൾ മേയർ ഓഫ് കൊച്ചിൻ അഡ്വക്കേറ്റ് എം അനിൽകുമാർ സർ, ശ്രീ ടി ജെ വിനോദ് MLA അവർക്ക്, ശ്രീ ജോർജ് കുളങ്ങര സർ, ശ്രീ ജോജി കുര്യക്കോട്, ശ്രീ ജോർജ് നാനാട്ട്, ഡോക്ടർ KM ജോർജ്, ഡോക്ടർ KPP നമ്പ്യാർ സർ, ശ്രീ സക്കീർ തമ്മനം, ശ്രീമതി അഡ്വക്കേറ്റ് മിനിമോൾ VK, ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സത്യാഹാരയുടെ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നു. വിജയകരവും സമൃദ്ധവുമായ ഉദ്യമത്തിന് അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിശബ്ദ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം. സത്യ, ആഹാര എന്നീ രണ്ട് വാക്കുകൾ യോജിച്ച സത്യാഹാര. അറിഞ്ഞു കഴിക്കൂ, ആരോഗ്യം നേടൂ. സ്വാഗത പ്രസംഗം നടത്തുന്നതിനായി സത്യാഹാരയുടെ മാനേജിംഗ് പാർട്ട്ണർ ശ്രീ നാസർ എഴുത്തിനെക്കാട്ടിനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണ രീതിയുടെ ആരോഗ്യം എങ്ങനെ പ്രാപ്തമാക്കാം എന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത അദ്ദേഹത്തിന് സ്വാഗത പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. സത്യാഹാര ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ എന്ന ഓർഗനൈസേഷനിലെ ഞങ്ങൾ 5 മെമ്പർമാർ കൂടി മില്ലറ്റ് ഫൗണ്ടേഷൻ്റെ എല്ലാ സഹായവും പിന്തുണയോടും കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതലായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ശരിക്ക് ഇപ്പോൾ ഈ ബോർഡ് കണ്ടില്ലേ, അറിഞ്ഞു കഴിക്കൂ, അറിഞ്ഞു കഴിക്കുക, ബോധത്തോടു കൂടി ആഹാരം കഴിക്കും, കോൺഷ്യസ് ഈറ്റിംഗ്. ഇന്നുണ്ടാകുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഇന്ന് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധിയാണ്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. 80% കാരണവും തെറ്റായ ജീവിതശൈലിയാണ്. തെറ്റായ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു ശീലം ജീവിതത്തിൽ നമ്മൾ ശീലിച്ചു. ആ ശീലിച്ചത് എങ്ങനെയാണ്? പരിശീലിച്ച് ശീലിച്ചു. ശരിയാവട്ടെ തെറ്റാവട്ടെ, ഒരു ശീലം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ അത് പരിശീലിക്കാതെ നമ്മൾ ശീലിക്കില്ല. തെറ്റായ ശീലം പരിശീലിച്ച് ശീലിച്ച് തെറ്റായ ജീവിതശൈലിയായി സ്വാഭാവികമായി മാറി. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതി പരിശീലിച്ച് ശീലമാക്കി സ്വാഭാവികമാക്കി മാറ്റാതെ ഇന്നുണ്ടാവുന്ന ഈ ജീവിതശൈലി മൂലം ഉണ്ടാവുന്ന ആരോഗ്യ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമില്ല. നമ്മൾ പ്രത്യേക ഡയറ്റ് ചെയ്തിട്ടോ കുറച്ച് വ്യായാമം മാത്രം ചെയ്തിട്ടോ ഇതൊന്നും ശാശ്വത പരിഹാരമല്ല. അതിന് ശരിയായ രീതി പരിശീലിക്കുക തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മളെ ചുറ്റുപാടുകളുടെ തിരക്കുള്ള ജീവിതത്തിൽ എങ്ങനെ ആക്കാം, എങ്ങനെ പരിശീലിക്കാം, ഇതിനെപ്പറ്റി പരിശീലിപ്പിക്കാൻ പാചക രീതി ഉൾപ്പെടെ നമ്മൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ എത്ര നല്ല ആഹാരം, എത്ര നല്ല ശുദ്ധമായ ഭക്ഷണമാണെങ്കിലും അതിനെ പാചകം ചെയ്ത് നമ്മൾ ദഹനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ മോശമാക്കി കഴിക്കുക. ആ പാചക രീതി ഉൾപ്പെടെ ആളുകളെ പരിശീലിപ്പിക്കുക. എങ്ങനെ അൺകോൺഷ്യസ് ഈറ്റിംഗ് കോൺഷ്യസ് ഈറ്റിംഗ് ആക്കാം, ബോധത്തോടുകൂടി ആഹാരം കഴിക്കാം. എല്ലാവർക്കും അറിയാം ഈ ആഹാരം ക്യാൻസർ ഉണ്ടാക്കും, ഈ ആഹാരം ഷുഗർ ഉണ്ടാക്കും. പക്ഷേ കഴിക്കുമ്പോൾ ആ ബോധം ഉണ്ടാവാറില്ല. കഴിക്കുമ്പോൾ അൺകോൺഷ്യസ് ആണ്. അവിടെ എങ്ങനെ കോൺഷ്യസ് ആയിട്ട് ആഹാരം കഴിക്കാം, ഈ രീതി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയർ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ആളാണ്. മേയർ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിൽ, അതുപോലെ ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ്റെ പേരിലും സത്യാഹാരയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള പേര് പറയില്ല കേട്ടോ, കാരണം അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന, ഞാനൊക്കെ നേരിട്ട് പരിചയപ്പെട്ടില്ലെങ്കിലും ചക്ക കൃഷിയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിക്കുന്ന ജോർജ് കുളങ്ങര സാറാണ്. ജോർജ് കുളങ്ങര സാറിനെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ, നാട്ടുകാർ, ബന്ധുമിത്രാദികൾ, ഈ സത്യാഗ്രഹം ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരെയും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ്റെ പേരിലും സത്യാഗ്രഹയുടെ പേരിലും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഒരു നല്ല കട വന്നിരിക്കുന്നു, സത്യാഹാര. എന്ന് മാത്രമല്ല, ഇത്രയും കൗൺസിലർമാരെല്ലാവരും നിങ്ങൾ ഒരേ വേദിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സത്യത്തിൽ കുറേയധികം ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടെ ഈ സന്ദേശം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സത്യാഹാരയുടെ ഓൺലൈൻ ആപ്പ് ഉദ്ഘാടനത്തിനായി ശ്രീ ജോർജ് കുളങ്ങര, ലേബർ ഇന്ത്യ ഗ്രൂപ്പിന്റെ ചെയർമാനും സാമൂഹിക പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ പ്ലാവ് കൃഷിയിലൂടെ ഏറ്റെടുത്തിരിക്കുകയും ചെയ്ത അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മൾക്ക് സത്യാഹാരയുടെ പ്രോഡക്റ്റ് ലോഞ്ചും ശ്രീ ജോർജ് കുളങ്ങര സാറാണ് നിർവഹിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു സെമി വെയിലത്തിരിക്കുന്നത് കൊണ്ട് അധികം പ്രസംഗിച്ച് ഈ പ്രത്യേകിച്ച് ഈ ചൂടുള്ള കാലത്ത് ആരോഗ്യസ്ഥിതി മോശമാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗിക ശ്രീ നസീർ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ മനോഹരമായ ബോർഡ്, ഈ ഷോറൂമിൻ്റെ ഉള്ളിലെ വിവിധ വിഭവങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല ബോധം ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ഒരു ഗ്ലോബൽ വിഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഐക്യരാഷ്ട്ര സംഘടന മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ആഹാരക്രമത്തിൽ മനുഷ്യരെ രോഗികളാക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ടാണ് നമ്മുടെ ആശുപത്രി വ്യവസായം, ആശുപത്രിയെ അഭിനന്ദിക്കുകയാണ്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ പ്രായത്തിലൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ആശുപത്രി വ്യവസായം വെളുത്തു വളരുന്നതിന് പ്രധാന കാരണം എന്താ? നമ്മുടെ ആഹാരശീലയുടെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്, നിലവിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ മഹത്തായ ആശയത്തിൻ്റെ പിന്നിൽ ഇതാ നിൽക്കുന്ന അജി മീഡിയ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു മനുഷ്യൻ, അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് മഹാനായ നെപ്പോളിയനെ പോലെയാണ്. നെപ്പോളിയൻ്റെ ഉയരം ഏതാണ്ട് ഇതേ പരുവത്തിലായി. അദ്ദേഹം ലോകത്തെ മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഇന്നും നെപ്പോളിയനെ ലോകം മുഴുവൻ ആരാധിക്കുകയാണ്. അതുപോലെയുള്ള ആശയങ്ങളാണ്. ഞങ്ങളെല്ലാം പാലാക്കാരാണ്. പാലായിൽ ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഞാൻ
അദ്ദേഹത്തെ പരിചയപ്പെടുകയും ഒരു അനുഗ്രഹീതമായ കലാകാരനാണ്. അതാണ് അതിൽ ഏറ്റവും പ്രത്യേകം. ഒറിജിനാലിറ്റി ഉള്ള ഒരു കലാകാരനാണ്. നമ്മുടെ എല്ലാം പടം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഐസാർ വരച്ചു തരും, ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കും. എന്താ കലാരംഗത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാമിനുള്ള സിദ്ധിയാണ്. അപ്പം ആ സിദ്ധിയാണ് ഈ മേഖലയിലേക്ക് നമ്മളെല്ലാം നല്ല ആഹാരം കഴിപ്പിച്ച് മിടുക്കരും മിടുക്കികളുമാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപടി ആശയങ്ങളുണ്ട്. ഞാൻ അജി സാറിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായ പഠനമാണ്. പഠനം പഠനം പഠനം. എന്ത് കിട്ടിയാലും എവിടെ ചെന്നാലും പഠിക്കുക എന്ന് പറയുന്ന സംഭവം. ഈ പഠിച്ച കാര്യങ്ങൾ സാംശീകരിച്ചിട്ട് അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രതിബദ്ധത ഈ മനുഷ്യനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വർഷങ്ങളായി. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ഫലമാണ് ഈ അതിമനോഹരമായ നമുക്ക് എല്ലാം പച്ചപ്പ്. ആ സത്യാഹാരം തന്നെ പച്ചപ്പ്. അപ്പോൾ ഈ ലോകം നമുക്കറിയാം, പരിസ്ഥിതിയുടെ കാര്യത്തിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണം സുപ്രധാനമാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പങ്കാളിത്തമാണ് ഈ സത്യാഹാരത്തിൽ കൂടെ നൽകുന്നത് എന്നുള്ളത് വേറൊരു സന്ദേശം. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി 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 സന്ദേശങ്ങളുണ്ട്. അത് ക്രമേണ നമുക്ക് മനസ്സിലാകും. അജി സാറിനെ ടീമിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും കൂടുതൽ മാനങ്ങളിലേക്ക് ഉയരട്ടെ. കൊച്ചിക്ക് ഇതൊരു വലിയ അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ പാലായിൽ നിന്ന് നിങ്ങൾ ആരും സംശയിക്കേണ്ട. നിങ്ങൾക്ക് തിന്നാവുന്നിടത്തോളം ചക്ക ഞങ്ങൾ പാലായിൽ നിന്ന് ഞാൻ കൊടുത്തു വിട്ടേക്കാം. ഇവിടെ ഉണ്ട്, വാങ്ങിച്ചോണം. അതായത് ചക്ക മൂത്ത് കഴിഞ്ഞാൽ അതിനെ വെട്ടി ഒരുക്കി പുഴുങ്ങത്തക്ക രീതിയിൽ ഈന്തി എടുത്തിട്ട് അതിനെ ഡ്രയറിൽ ഉണങ്ങി ഡീഹൈഡ്രേറ്റ് ചെയ്യും, വായിക്കും ഡ്രൈ ചെയ്യും. ആ ഡ്രൈ ചെയ്ത പാക്കറ്റുണ്ട്. പിന്നെ ചക്കപ്പഴത്തിന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ചക്കപ്പഴത്തിൻ്റെ പാക്കറ്റ് കിട്ടിയായിരുന്നു. കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ അതുണ്ട്. അപ്പോൾ ഈ ചക്കപ്പഴത്തിൻ്റെ പാക്കറ്റ്, ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു ചായ കുടിച്ചാൽ, ഒരു പാക്കറ്റ് പിടിച്ചാൽ വീട്ടിലുള്ളവർക്ക് തിന്നുകയും ചെയ്യാം, ചായ കുടിക്കുകയും ചെയ്യാം, നല്ല രുചി കിട്ടുകയും ചെയ്യും, പോഷകാംശം കിട്ടുകയും ചെയ്യും, ഒരു നേരത്തെ ആഹാരമായി. അതുപോലെ തന്നെ ചക്കപ്പൊടി, മില്ലറ്റ് അങ്ങനെ കിടക്കുന്നു. ചക്കപ്പൊടി വാങ്ങിച്ചിട്ട് രാവിലെ എന്ത് ചെയ്യുക, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ഉപ്പുമാവ്, കുന്നം കുറച്ചക്കറൊക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെ കൂടെ പേറിട്ട് ഓരോ സ്പൂൺ ചക്കപ്പൊടി കൂടെ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ചുട്ട് കഴിക്കുക. എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കും. കാരണം ഈ ചക്കപ്പൊടിക്കകത്തും ചക്കയ്ക്കകത്തും ഇടിച്ചക്കയ്ക്കകത്തും ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ മലയാളികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്ലാവേ കയറി ചക്ക ഇട്ടിട്ട് ഒരു ചക്ക മുഴുവൻ വെട്ടി ഒരു കലം നടത്തി കുടിക്കേണ്ട ഒറ്റ ഇരിപ്പിലാവ് മുഴുവൻ തീർക്കും. പിന്നെ ഒരു മാസത്തേക്ക് ചക്കപ്പുഴുക്ക് തിന്നുകയല്ല. ആ സ്വഭാവം ഒന്ന് മാറ്റണം. മാറ്റിയിട്ട് ഡെയിലി ദോശ തിന്ന പോലെ, ചപ്പാത്തി തിന്ന പോലെ, ഇഡ്ഡലി തിന്ന പോലെ ഈ മാവിൻ്റെ കൂടെ ചേർത്ത് ഡെയിലി കഴിക്കുക. വലിയ തടിയുള്ള ഒരു സ്ലിമ്മായിട്ടിരിക്കുന്നവർ ആവറേജ് മിടുക്കന്മാരാകും, നല്ല പോഷകാംശമുള്ള ആഹാരമാകും, നല്ല സ്മാർട്ടാകും, സ്റ്റാമിനയാകും, എല്ലാം. അതുപോലെ തന്നെ ഈ ആഹാരങ്ങളെല്ലാം നിങ്ങൾ കഴിച്ച് മിടുക്കരാകട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സത്യ ആഹാര സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സത്യാഹാരയുടെ ആദ്യ വിൽപ്പന നമ്മുടെ ആദരണീയനായ മേയർ നിർവഹിക്കേണ്ടതായിരുന്നു. എന്നാൽ തിരക്കുകൾക്ക് മൂലം അദ്ദേഹത്തിന് നമ്മൾക്കായി നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സത്യാഹാരയുടെ ആദ്യ വിൽപ്പനയ്ക്കായി ജോർജ് സാറിനെ നമ്മൾ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി PJ ജെയ്സൺ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സത്യാഹാരയുടെ പ്രിവിലേജ് കാർഡ് ലോഞ്ചിങ് ആണ്. ശ്രീ ജോർജ് നാനാട്ട്, കൗൺസിലർ, കർണകോടം ഡിവിഷൻ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മളുടെ പ്രിവിലേജ് കാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ഹെൻറി ജോസഫ് സർ, പ്രസിഡന്റ്, ABC സ്റ്റഡി ലിങ്ക്സ്.
ഇനോഗ്രേഷന്റെ കൂടെ തന്നെ വളരെയധികം സന്തോഷത്തോടെ നമ്മൾ ഇന്ന് ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷന്റെ കൊച്ചി ചാപ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. അതിനായി ഡോക്ടർ KPP നമ്പ്യാർ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഗ്ലോബൽ മില്ലറ്റ്സ് ഫൗണ്ടേഷൻ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് ഇതിൻ്റെ പ്രധാന ആസൂത്രകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ശ്രീമാൻ അജികുമാർ നായർ എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും. ഇപ്പോൾ ഇതിൻ്റെ പേരിനെ പറ്റി പറയുമ്പോൾ പണ്ട് വളരെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ലോകം നശ്വരമാണ്, സത്യം മാത്രമാണ് അനശ്വരം, അതത്രേ ദൈവം. ഇവിടെ സത്യാഹാരമാണ്. ഇത്രയും മനോഹരമായ, ഇത്രയും അർത്ഥവത്തായ ഒരു പദം ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും പൊതുവെ ലഭ്യമായിരിക്കുന്നതൊന്നും സത്യാഹാരമല്ല, അത് അസത്യാഹാരമാണ്. അങ്ങേയറ്റം വികൃതമാക്കപ്പെട്ട സത്യമാണ് ഭക്ഷണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നത്, അതെല്ലാവർക്കും അറിയുന്നത്. അത്തരം ഭക്ഷണ സാധനങ്ങളെ ഒരു സത്യാഹാരമാക്കി മാറ്റിയ ഈ ഭാവനയ്ക്ക് ഒന്നുകൂടെ നമോവാക്കാം. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ 2018 നമ്മളുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ആരംഭിച്ച ഒരു മില്ലറ്റ് വർഷം പൊതുവെ വിജയകരമാണെന്ന് കണ്ടതിനാലാണ് 2023 ഐക്യരാഷ്ട്രസഭ തന്നെ തീരുമാനിച്ചു ലോക മില്ലറ്റ് വർഷമായി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് മില്ലറ്റിൻ്റെ വിവിധ വശങ്ങളെ, അതിൻ്റെ ഭക്ഷണ സ്വഭാവവും പ്രത്യേകതകളും സാധാരണക്കാരുടെ അറിവിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ ആരംഭിച്ചത്. മില്ലറ്റ് എന്ന് പറയുന്നത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ആരംഭത്തിൽ 10,000 വർഷം മുമ്പ് മനുഷ്യൻ ഇന്നത്തെ പോലെ ഗോതമ്പും നെല്ലും ഒന്ന് കൃഷി ചെയ്ത് ആഹാരം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ കാട്ടിലും പൊതുവെ ഭൂമിയിൽ എല്ലായിടവും പരന്നു കിടന്നിരുന്ന ഒരു വൈൽഡ് സസ്യമാണ്, അതായത് വന്യ സസ്യമാണ് ഈ മില്ലറ്റ്. അതിൽ നിന്നാണ് ആദിമ മനുഷ്യൻ, നമ്മളുടെ കാർഷിക വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പേ ആദിമ മനുഷ്യൻ ഭക്ഷ്യയോഗ്യമായി കണ്ടു ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് മില്ലറ്റ്. അതാണ് നാം ഇന്നും അതിന് പ്രത്യേക പരിചരണമൊന്നും വേണ്ട, അധികം വെള്ളം വേണ്ട, അധികം വളം വേണ്ട, ഇത്രയും വളരെ എന്ത് കഠിനമായ പരിസ്ഥിതിയും അതിജീവിക്കാൻ കഴിവുള്ള ഈ മില്ലറ്റാണ് ഇന്ന് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായി മാറിയിരിക്കുന്നത്. അതിന് ഇവിടെ നടത്തുന്ന ഈ ചാപ്റ്റർ, ഈ എറണാകുളം കൊച്ചിൻ ചാപ്റ്റർ ആരംഭിക്കുന്നതിലും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനി GMF മെമ്പർഷിപ്പ് ഡിസ്ട്രിബ്യൂഷനായി ഡോക്ടർ KN ജോർജ് സർ, സെക്രട്ടറി ജനറൽ ഗ്ലോബൽ മില്ലറ്റ്സ് ഫൗണ്ടേഷൻ ആൻഡ് പ്രസിഡന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോറം, ഫോമർ UN അഡ്വൈസർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ കാലാവസ്ഥയിൽ നിങ്ങളുടെ ക്ഷമ ഞാൻ ഒരിക്കലും പരീക്ഷിക്കില്ല എന്ന് ആദ്യമായിട്ട് ഉറപ്പ് പറയട്ടെ. A song is not a song unless you sing it. A bell is not a bell unless you ring it. And millet is not millet unless it empowers you holistically. പലരും ചോദിച്ചു, എൻ്റെ ഇവിടെ വേദി വെച്ച് ചോദിച്ചു, എന്താ മില്ലറ്റ്? ചെറുധാന്യങ്ങൾ, നാട്ടുഭാഷയിൽ പറഞ്ഞ ചാമ, ഈ പക്ഷികൾക്ക് കൊടുക്കുന്ന തീന, വരക്, ഈ കുറുമ്പുല്ല് അല്ലെങ്കിൽ റാഗി, മുത്താരി എന്നൊക്കെ പറയുന്നതൊക്കെയാണ്. പിന്നെ ബർണിയാട്, കുതിരവാഴി. മില്ലറ്റുകൾ പോസിറ്റീവ് മില്ലറ്റ്സ് ഉണ്ട്, ന്യൂട്രൽ മില്ലറ്റ്സ് ഉണ്ട്. ഞാനീ പറഞ്ഞതെല്ലാം പോസിറ്റീവ് മില്ലറ്റ്സ് ആണ്.
അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാൻ ഞാൻ തൽക്കാലം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും മുഖത്ത് എനിക്കറിയാം നിങ്ങൾ അക്ഷമരാന്നുള്ളത്. അതുകൊണ്ട് അജിയെപ്പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ ശരിയാവില്ല. നമ്മുടെ ജോർജ് കുളങ്ങരയാണ് അദ്ദേഹത്തെ പാലായിൽ നിന്നും കൊച്ചി നഗരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യൻ. ആ ജോർജ് സാറിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട്, മോട്ടിവേഷൻ കൊണ്ടാണ് അജി ഇന്നിവിടെ വന്നത്. ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു കലാകാരനും ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുമായത്. ഡോക്ടർ നമ്പ്യാർ നമ്മുടെ ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഐ കെയിം, ഐ സോ ആൻഡ് ഐ ആം കോൺഫിഡൻറ്റ് ബൈ യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. I am greatly privileged to give this wonderful VIP card to my namesake, Mr. K.A. George. Sir, over to you. Thank you, sir. അനുമോദനത്തിനായി ശ്രീ ജോജി കുരീക്കോട്, കൗൺസിലർ, പാലാരിവട്ടം ഡിവിഷൻ. 2 വാക്ക് പറയുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, എൻ്റെ ഡിവിഷനകത്ത് ഇതുപോലുള്ള ഒരു സംരംഭം തുടങ്ങിയത് ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരുകയാണ്. അതോടൊപ്പം ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഇതുപോലുള്ള സംരംഭങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. അടുത്തതായി ശ്രീ ജോർജ് നാനാട്ട്, കൗൺസിലർ, കാരണക്കോടം ഡിവിഷൻ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കൊച്ചിയുടെ നഗരപിതാവ് അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. സത്യാഹാരയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി അനുമോദനത്തിനായി ക്ഷണിക്കപ്പെടുന്നു അഡ്വക്കേറ്റ് മിനിമോൾ വി കെ, കൗൺസിലർ, മാമംഗലം ഡിവിഷൻ. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹ കൗൺസിലേഴ്സ്, സസ്യാഹാരയുടെ ഡയറക്ടേഴ്സ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികളും മാറണമെന്നൊരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും ഈ സംരംഭം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് ഉന്നതമായ വിജയത്തിലേക്ക് വരട്ടെ. ഇന്നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹകരണം ഈ സംരംഭത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി ശ്രീ സക്കീർ തമ്മനം, കൗൺസിലർ, തമ്മനം ഡിവിഷൻ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹ കൗൺസിലേഴ്സ്, വേദിയിലിരിക്കുന്ന ബഹുമാനരെ, പ്രിയപ്പെട്ട ഈ സത്യാഹാരയുടെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെ, ഈ കാലാവസ്ഥ പ്രതികൂലമായ ഞങ്ങളാരും സംസാരിക്കില്ലെന്ന് പറഞ്ഞാണ്, എങ്കിലും ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളുടെ പ്രദേശത്ത് അഭിമാനമായി പറയുകയാണ്. ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം വിട നൽകാൻ വേണ്ടി ഇവിടെ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ സുരേഷ് എസ്, നാഷണൽ ജനറൽ സെക്രട്ടറി, കിസാൻ സർവീസ് സൊസൈറ്റി, അദ്ദേഹത്തെ 2 വാക്ക് പറയുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കൗൺസിലർമാർ, ശ്രീ ജോർജ് കുരിയോട്, ശ്രീ ജോർജ് നന്നാട്ട്, ശ്രീ സക്കീർ തമ്മനം, ശ്രീമതി മിനിമോൾ, പ്രിയപ്പെട്ട കെ എം ജോർജ് സാർ, നമ്പ്യാർ സാർ, എന്നെ ഇതിലോട്ട് ക്ഷണിച്ച ശ്രീ അജി കുമാർ, മറ്റ് സഹോദരി സഹോദരന്മാരെല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ആശയം പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടം സംരംഭകർ, അവർ ആ ആശയം വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്രാവർത്തികമാക്കിയേക്കുന്നു, വളരെ ഭംഗിയായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തേക്കുന്നു, ഒരുപാട് പ്രോഡക്റ്റുകൾ വച്ചേക്കുന്നു. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് കാണണം. പ്രത്യേക അഭിനന്ദനങ്ങൾ ശ്രീ നാസർ, ശ്രീ അജി അടക്കമുള്ള ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് കാലികമായ പ്രസക്തിയുള്ള
ഒരു വലിയ വിഷയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ആഹാരമാണ് നമ്മുടെ അത്യാവശ്യ വിഷയങ്ങളുടെ കാരണം. നമ്മൾ എന്താണോ, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗം മാറുന്ന മാത്രമല്ല, നമ്മളാക്കി നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. അപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു വലിയ വിഷയത്തിലോട്ടാണ് അവർ കൈ ചൂണ്ടുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിശീലനങ്ങളും എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്നും ഒക്കെ അവരിവിടെ സൗജന്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പുണ്യമെന്ന് നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്നത്. ചെറുധാന്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുള്ള ഒരു വലിയ വിഷയമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല പ്രോഡക്റ്റ് ഇപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇവിടുത്തെ ട്രെയിനിങ് കിട്ടി, ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകളോ അല്ലെങ്കിൽ അതുപോലെ പുരുഷന്മാരുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ മാറുമ്പോഴാണ് ഇതൊരു വിജയമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു വലിയ വിജയം ഈ സംരംഭത്തിന് നാൾക്കുനാൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സംഘടനയ്ക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് ശ്രീ അജി അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓഫ് താങ്ക്സ് പറയുന്നതിനായി പാർട്ട്ണർ സത്യാഹാര അനിൽകുമാറിനെ ക്ഷണിച്ചുകൊണ്ട്. സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ചൂടാണ്. അധികം നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും പുറത്തിറങ്ങുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് എത്ര ഇവിടെ തീർക്കാം നമുക്ക്. അപ്പോൾ ബഹുമാനപ്പെട്ട മേയർ, MLA, മറ്റ് വിശിഷ്ടാതിഥികൾ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, വിശ്വാസം എല്ലാവർക്കും ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഞങ്ങളുടെ സത്യാഗ്രഹമായിട്ട് സഹകരിച്ചത് എൻ്റെയും എൻ്റെ വ്യക്തിപരമായും എൻ്റെ സത്യാഗ്രഹയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ അമ്മു എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്കും ഞങ്ങളുടെ നന്ദി. ഓക്കെ. ഈ ഒരു പുതിയ ഈ സംരംഭത്തെക്കുറിച്ച്, ഈ സത്യാഹാരയെ പറ്റി രണ്ട് വാക്ക് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അജികുമാർ സാർ വിളിക്കുമ്പം ഞാനൊരു ചെറിയൊരു സ്ഥാപനം എന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു മില്ലറ്റ്സിൻ്റെ ഒരു കട എന്നതിനപ്പുറം ചിന്തിച്ചുകൊണ്ടല്ല വന്നത്. ഇവിടെ മില്ലറ്റുകളുടെ മാത്രമല്ല, മില്ലറ്റുകൾ കൊണ്ടുള്ള പല പ്രോഡക്റ്റുകളുടെ ഒരു വലിയൊരു കലവറ തന്നെയാണ്. ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി. ഇത്രയും സാധനങ്ങളൊന്നും ഇതിൻ്റെ ഒരു 10-1 പോലും ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. യാതൊരു മായവുമില്ലാതെ സത്യസന്ധമായ, വളരെ പരിശുദ്ധമായ, ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണം, അതും മില്ലറ്റ്സ് പോലെയുള്ള ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് അജികുമാർ സാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് പ്രവർത്തകരും ചേർന്ന് ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.